കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലെ 5-ാം സർഗത്തിൽ നമ്മൾ 35-ാമത്തെ ശ്ലോകം ഇന്നലെ ചെയ്തു. ഹനുമാനെയും യുവരാജാവായിട്ടുള്ള അംഗദനെയും മുമ്പിൽ നിർത്തിയും കൊണ്ട് എല്ലാ വാനരന്മാരും സന്തോഷപൂർവ്വം ശ്രീരാമൻ്റെയും സുഗ്രീവൻ്റെയും മുമ്പിൽ ചെന്ന് വീണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞു അല്ലേ. ഇനിയിപ്പോൾ നമ്മൾ അനവധി ശ്ലോകം ഒന്നിച്ചാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നിച്ചല്ലാതെ നോക്കട്ടെ. ഹനുമാൻ രാഘവം പ്രാഹ ദൃഷ്ട്വാ സീതാ നിരാമയാ സാഷ്ടാംഗം പ്രണിപത്യാഗ്രേ രാമം പശ്ചാദ്ധരീശ്വരം. ഹനുമാൻ രാഘവം പ്രാഹ, സംശയമുണ്ടോ? ഹനുമാൻ രാഘവനോട് പറഞ്ഞു എന്ത്? നിരാമയാ സീത ദൃഷ്ട്വാ, ആമയമില്ലാത്ത, അതായത് സുഖമായിരിക്കുന്ന എണ്ണൊന്നുമില്ല എന്നർത്ഥം, മനസ്സിന് വിഷമമുണ്ടെങ്കിലും ആരോഗ്യത്തോടു കൂടിയിരിക്കുന്ന സീതയെ കണ്ടു. സീത കാണപ്പെട്ടു മീൻസ് സീതയെ കണ്ടു. പിന്നെയോ അതെ അഗ്രേ രാമം പശ്ചാത് ഹരീശ്വരം സാഷ്ടാംഗം പ്രണമത്യ. ആദ്യം രാമനെയും പിന്നെ സുഗ്രീവനെയും സാഷ്ടാംഗം നമസ്കരിച്ചിട്ടാണത് പറഞ്ഞതേ. അതാണ് ഹനുമാൻ രാഘവം പ്രാഹ ദൃഷ്ട്വാ സീതാ നിരാമയാ സാഷ്ടാംഗം പ്രണിപത്യാഗ്രേ രാമം പശ്ചാദ്ധരീശ്വരം. അതായത് ശ്രീരാമനെയും പിന്നെ വാനരരാജാവായിട്ടുള്ള സുഗ്രീവൻ നമസ്കരിച്ചിട്ട് ഹനുമാൻ വേഗം ആദ്യം അതങ്ങോട്ട് പറഞ്ഞു. കാരണം ശ്രീരാമന് സമാധാനമാവട്ടെ വെച്ചിട്ടേ എന്താ പറഞ്ഞ്? ദൃഷ്ട്വാ സീത നിരാമയ, ആമയരഹിതമായിട്ടുള്ള ആരോഗ്യം കൊടുത്തോടു കൂടിയിരിക്കുന്ന സീതയെ കണ്ടു എന്ന് പറഞ്ഞു. കുശലം പ്രാഹ രാജേന്ദ്ര ജാനകീ ത്വാം ശുചാന്വിത അശോകവനികാ മധ്യേ ശിംശപ മൂലമാശ്രിത. എന്നിട്ട് പറഞ്ഞു പിന്നെ രാജേന്ദ്ര ശുച അന്വിത്വാ ജാനകി ത്വാം കുശലം പ്രാഹ. മഹാരാജാവേ, ദുഃഖം സഹിച്ചിരിക്കണ ആ ജനകപുത്രി അങ്ങയോട് കുശലം പറയുന്നു, അന്വേഷണം പറയാൻ പറഞ്ഞു എന്ന്. അതാണ് പറഞ്ഞത്. കുശലം പ്രാഹ രാജേന്ദ്ര ജാനകി ത്വം ശുചാന്വിത. എന്നിട്ട് പിന്നെ പറഞ്ഞു അശോകവനികാ മധ്യേ, അശോകവനത്തിൻ്റെ മധ്യത്തിൽ ശിംശപാമൂലം ആശ്രിത, ശിംശപ വൃക്ഷത്തിൻ്റെ അടിയിലാണ് ഇരിക്കണത് എന്ന് പറഞ്ഞു. ഹേ രാജേന്ദ്ര, പിന്നെ ശ്രീരാമചന്ദ്രസ്വാമി ജാനകി അങ്ങയോട് കുശലം പറഞ്ഞിരിക്കുന്നു മീൻസ് ജാനകി അങ്ങോട്ട് അന്വേഷണം പറഞ്ഞിരിക്കുന്നു. എവിടെ ജാനകി, എവിടെ ഇരുന്നു കൊണ്ടാണ് ജാനകി ഇത് പറഞ്ഞത്? അശോകവനത്തിൻ്റെ മധ്യത്തിൽ ശിംശപാമൂലത്തിൽ, അതായത് ശിംശപാ വൃക്ഷത്തിൻ്റെ അടിയിലിരുന്നിട്ട് അങ്ങയോട് അന്വേഷണം പറയണമെന്ന് പറഞ്ഞു. എനിക്ക് സംസാരിക്കാൻ തരായി. അപ്പോൾ എന്നോട് പറഞ്ഞു കുശലം പ്രാഹ രാജേന്ദ്ര ജാനകി ത്വം ശുചാന്വിത അശോകവനികാ മധ്യേ ശിംശപ മൂലമാശ്രിത രാക്ഷസീഭി പരിവൃത നിരാഹാര കൃശ പ്രഭോ ഹാ രാമ രാമേതി ശോചന്തി മലിനാംബര. ഹാ രാമ രാമ എന്ന് കരഞ്ഞും കൊണ്ട് മുഷിഞ്ഞ വസ്ത്രങ്ങളോടുകൂടി വളരെയധികം ഭക്ഷണമൊന്നും ശരിക്ക് വേണ്ട പോലെ കഴിക്കാതെ വളരെ മെലിഞ്ഞ് ഇരിക്കുന്ന രാക്ഷസികളാൽ ചുറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന സീതയാണ് കണ്ടതേ. രാക്ഷസീഭി പരിവൃത, രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് നിരാഹാര കൃശ, ആഹാരം വേണ്ട പോലെ കഴിക്കാതെ മെലിഞ്ഞ ശരീരത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. പ്രഭോ ഹാ മാത്രല്ല ഹാ രാമ രാമ രാമേതി രാമ രാമ എന്ന് പറഞ്ഞ് കരഞ്ഞും കൊണ്ട് മലിനമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഇരിക്കുന്ന സീതയെ ഞാൻ കണ്ടു. അങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് സീത എന്ന് പറയണം. രാക്ഷസീഭി പരിവൃത നിരാഹാര കൃശാ പ്രഭോ ഹാ രാമ രാമേതി ശോചന്തി മലിനാംബര ഏകവേണി മയാ ദൃഷ്ട ശനൈരാശ്വാസിത ശുഭ
വൃക്ഷശാഖാന്തരേ സ്ഥിത്വാ സൂക്ഷ്മരൂപേണ തേ കഥാം. എങ്ങനെ ഉണ്ടായെന്ന് പറയണം. അതായത് ഏകവേണി തലമുടി പിരിച്ച് അതൊന്നും ശരിക്ക് കെട്ടിയിട്ടൊന്നുമില്ല, കെട്ടാതിരിക്കുന്നവളെന്നാണ്. ഏകവേണിച്ചാൽ തലമുടി അങ്ങനെ ഇട്ടിട്ടൊന്നുമില്ല. അങ്ങനെ ഏകവേണി ആയിട്ടുള്ള സീതയെ ഞാൻ മയാദൃഷ്ട എന്നാൽ കാണപ്പെട്ടു. ശുഭാസ അതായത് മംഗളരൂപിണിയായിട്ടുള്ള അവളെ ശനൈഹി ആശ്വാസിത ഞാൻ ആശ്വസിപ്പിക്കപ്പെട്ടു. എപ്പോൾ അറിയോ? സൂക്ഷ്മരൂപേണ വൃക്ഷശാഖാന്തരേ സ്ഥിത ഞാൻ സൂക്ഷ്മരൂപത്തിൽ വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്നിട്ട്, എന്നെ കാണുന്നില്ല ആ സമയത്ത്, ഞാൻ തേ കഥാം അങ്ങയുടെ കഥയെ, അത്രേ പറയുള്ളൂ ഈ ശ്ലോകത്തിലെ. ഞാൻ ഇങ്ങനെ സീതയെ കണ്ടപ്പോൾ ആശ്വസിപ്പിക്കാനായിക്കൊണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ശാഖയമ്പിൽ സീത കാണാതെ കണ്ടിരുന്നു കൊണ്ട് അങ്ങയുടെ കഥ സൂക്ഷ്മരൂപത്തിലിരുന്നിട്ട്, ചെറുതായിട്ട് ഇരുന്നിട്ട് അങ്ങയുടെ കഥ പറയാൻ തുടങ്ങി ആശ്വസിപ്പിക്കാനായിക്കൊണ്ട്. ഏകവേണി മയാ ദൃഷ്ട ശനൈഹി പതുക്കെ ആശ്വാസിത ശുഭ അവളെ ആശ്വസിപ്പിക്കാനായിട്ട്. വൃക്ഷശാഖാന്തരേ സ്ഥിത്വ സൂക്ഷ്മരൂപേണ ചെറിയ രൂപത്തിൽ ഞാൻ വൃക്ഷശാഖയുടെ മുകളിൽ നിന്നിട്ട് തേ കഥാം അങ്ങയുടെ കഥ പറയാണ്. എന്നിട്ടോ ജന്മാരഭ്യ തവാത്യർത്ഥം ദണ്ഡകാഗമനം തഥാ ദശാനനേന ഹരണം ജാനക്യാരഹിതേ ത്വയി. എന്താ കഥ പറഞ്ഞത്? അങ്ങയുടെ ജന്മം തൊട്ട്, അങ്ങ് ദശരഥൻ്റെ മകനായി ജനിച്ചു എന്ന് തൊട്ട് നിങ്ങൾ ദണ്ഡകാ വനത്തിൽ പോയതും അവിടെ വെച്ച് രാവണൻ സീതയെ അപഹരിച്ചതും ഒക്കെ ഞാൻ പറയാൻ തുടങ്ങി. അതാണ് ജന്മാരഭ്യതവാത്യർത്ഥം ദണ്ഡകാഗമനം തഥാ ദശാനനേന ഹരണം ജാനക്യാരഹിതേ ത്വയി. എന്നിട്ട് അങ്ങ് ജാനകി പിരിഞ്ഞിരിക്കുകയാണല്ലോ, അതുവരെ പറഞ്ഞു. ദുഃഖിച്ചിരിക്കുകയാണ് അങ്ങ്. അതായത് പിന്നെ രാവണൻ കട്ടുകൊണ്ടതിന് ശേഷം അങ്ങ് ജാനകീരഹിതനായിട്ട് ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. സുഗ്രീവേണ യഥാ മൈത്രീ കൃത്വാ ബാലിനി നിബർഹണം മാർഗണാർത്ഥം ച വൈദേഹ്യാഹ സുഗ്രീവേണ വിസർജിത. പിന്നെ ഇതും പറഞ്ഞു ഞാൻ, എന്ത് സുഗ്രീവനായിട്ട് സഖ്യം ചെയ്തു. സുഗ്രീവേണ യഥാ മൈത്രി കൃത്വ ചൽ സഖ്യം ചെയ്തു. പിന്നെയോ ബാലി നിബർഹണം ബാലിയെ കൊന്നു. പിന്നെയോ മാർഗണാർത്ഥം ച വൈദേഹ്യോഹ സുഗ്രീവേണ വിസർജിതാഹ. എന്നിട്ട് സുഗ്രീവനാൽ അയക്കപ്പെട്ട അനവധി വാനന്മാരിലൊന്നാണ് ഞാൻ എന്നൊക്കെ പറയണ്ടേ. അതിനു വേണ്ടിയിട്ട് ഞാൻ വൈദേഹിയെ കാണാനായിട്ട് സുഗ്രീവൻ അനവധി വാരന്മാരെ അയച്ചു. സുഗ്രീവേണ യഥാ മൈത്രീ കൃത്വാ ബാലി നിബർഹണം മാർഗണാർത്ഥം ച വൈദേഹ്യാഹ സുഗ്രീവേണ വിസർജിതാഹ. എന്തൊക്കെ സീതയോട് പറയണമെന്ന് പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ ആ കഥയിലെ. മഹാബല മഹാസത്വാ ഹരയോജിത കാശിനാ ഗതാ സർവത്ര സർവേ വൈ തത്രൈകോഹ മിഹാഗത. അങ്ങനെ അനവധി മഹാബലന്മാരെ മഹാസത്വമായിട്ടുള്ളവരെ അനവധി വാനരന്മാരെ സുഗ്രീവൻ അയച്ചതിലത്തെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. തത്ര ഏകോഹം ഹി ആഗത, അങ്ങനെ ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇതൊക്കെ സൂക്ഷ്മരൂപത്തിൽ മറിഞ്ഞിരുന്നിട്ടാണ് പറയണം കേട്ടോ. മഹാബല മഹാസത്വാ ഹരയോജിത കാശിന ഗതാഹ സർവത്ര സർവേ വൈ തത്രൈകോഹം ഇഹാഗത. അഹം സുഗ്രീവ സജീവോ ദാസോഹം രാഘവസ്യവ. അത് ഞാൻ പറഞ്ഞു. ഞാൻ സുഗ്രീവൻ്റെ മന്ത്രിയാണ്, രാഘവൻ്റെ ദാസനാണ്. ദൃഷ്ട യജ്ജാനകി ഭാഗ്യാൽ, എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ജാനകിയെ കണ്ടു. പ്രയാസഫലിതോദ്യമേ, ഇത്ര പ്രയാസപ്പെട്ട് എനിക്ക് ഫലം ഉണ്ടായില്ലോന്ന്. എൻ്റെ എഫർട്ടിന് ഫലം ഉണ്ടായി ഇപ്പോൾ. അതായത് ഞാൻ വളരെയധികം അനുഗ്രഹീതനായി. കാരണം എൻ്റെ ആഗ്രഹം സാധിച്ചു. ജാനകിയെ കണ്ട് വിവരം പോയി പറയലാണല്ലോ കാര്യം, അത് സാധിച്ചുല്ലോന്ന്. അതും ഞാൻ പറഞ്ഞു സീതോട്, അതും മറിഞ്ഞിരുന്നു പറഞ്ഞു. അഹം സുഗ്രീവ സജീവോ ദാസോഹം രാഘവസ്യ ഹി ദൃഷ്ടായ ജാനകി ഭാഗ്യാൽ പ്രയാസഫലിതോദ്യമേ ഇത്യുദീരിതമാകർണ്യ സീതാ വിസ്ഫാരിതേക്ഷണ കേന വാ കർണപീയൂഷം ശ്രാവിതം മേ ശുഭാക്ഷരം. ഇതങ്ങോട്ട് കേട്ടപ്പോൾ ഇത്യുദീരിതം ആകർണ്യ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കേട്ടപ്പോൾ സീത വിസ്ഫാരിതേക്ഷണ വിടർന്ന കണ്ണുകളോടെ കേനവാ കർണപീയൂഷം, എവിടുന്നാണ് ഈ
ത്തിന് അമൃതമായിട്ടുള്ള ഈ വാക്കുകൾ ശ്രാവിതം മേ ശുഭാക്ഷരം. എവിടുന്നാണ് എനിക്ക് ഈ ഇത്ര ആനന്ദകരമായിട്ടുള്ള വാക്കുകൾ എവിടുന്നാണ് വരണേ? ആ ആൾ എൻ്റെ മുമ്പിൽ വരട്ടെ എന്ന്. യതി സത്യം തദായാതു മദ്ദർശനപഥം തു സഹ. ആ ആളെൻ്റെ മുമ്പിൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അത് ആക്ച്വലി ഈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഒന്നിച്ചാണ് ശ്ലോകം. അപ്പോൾ അത് ഞാനിപ്പോൾ ഒന്നിച്ചൊന്ന് പറയുക വെച്ചാൽ, ഹനുമാൻ രാമനോട് ആദ്യം പറഞ്ഞത് എന്താ വെച്ചാൽ, പിന്നെ ആരോഗ്യവതിയായിട്ടുള്ള സീതയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞതിന് ശേഷം ആണ് നമസ്കരിച്ചതുപോലെന്ന് പറയുന്നുണ്ട്. നമസ്കരിച്ച് വിസ്തരിച്ച് പറയുകയാണ്, ഹേ രാജാവേ, ദുഃഖത്തോടുകൂടി സീത അങ്ങയോട് ഇതാ അന്വേഷണം പറഞ്ഞിരിക്കുന്നു. അശോകവന മധ്യത്തിലുള്ള ശിംശഭാവൃക്ഷ ചവിട്ടിലെ സീത ഉണ്ട്, ഞാൻ കണ്ടു. ആഹാരമില്ലാതെയും വിരഹദുഃഖം കൊണ്ട് മെലിഞ്ഞിരിക്കുന്ന സീതയുടെ ചുറ്റും രാക്ഷസികളുണ്ട്. എപ്പോഴും ഹാരാമ ഹാരാമ എന്ന് ഉച്ചരിച്ച് കരയണമെന്ന് ഞാൻ കണ്ടു. ധരിച്ചിരിക്കുന്ന വസ്ത്രമാണെങ്കിൽ മലിനമാണ്. തലമുടി ഒരൊറ്റ കെട്ടായിട്ട് അങ്ങനെ കിടക്കണു, ഒട്ടും ശ്രദ്ധിക്കാതെ. ആ പരിശുദ്ധയായിട്ടുള്ള ദേവിയെ ഞാൻ പതുക്കെ സമാശ്വസിപ്പിച്ചു. ആ വൃക്ഷശാഖയുടെ ഇടയിൽ സൂക്ഷ്മ ശരീരനായിട്ട് ഞാൻ ഇരുന്നിട്ട് ഭഗവാന്റെ കഥ ചുരുക്കത്തിൽ പറഞ്ഞു കേൾപ്പിച്ചു. അതായത് അങ്ങ് ദശരഥപുത്രനായി ജനിച്ചതും ദണ്ഡകവനത്തിൽ പോയതും അങ്ങില്ലാത്ത സമയത്ത് രാവണൻ ചെയ്ത സീതാപഹരണവും പിന്നെ സുഗ്രീവ സഖ്യവും ബാലിവധവും പിന്നെ ബലവാന്മാരായിട്ടുള്ള വാനരന്മാരെ സീതാദേവിയെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി സുഗ്രീവനെ എല്ലാ ദിക്കിലേക്ക് അയച്ചതും അതിലത്തെ ഒരാളാണ് ഞാൻ. ഇവിടെ ഭാഗ്യം കൊണ്ട് എനിക്ക് ദേവിയെ കാണാൻ സാധിച്ചു എന്നും എൻ്റെ പരിശ്രമം സഫലമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും എല്ലാം ഞാൻ പറഞ്ഞ് കേട്ടപ്പോൾ വിടർന്ന കണ്ണുകളോടെ ദേവി പറഞ്ഞു, എൻ്റെ ഈ കർണങ്ങളിലിങ്ങനെ കർണാനന്ദകരമായിട്ടുള്ള വാക്കുകൾ പൊഴിക്കുന്ന ഈ ആളാരാണോ ആ ആൾ എൻ്റെ സ്വപ്നമൊന്നുമല്ല ഇത് വെച്ചാൽ ആ ആൾ എൻ്റെ മുമ്പിൽ വരണേ എന്ന് പറഞ്ഞു ദേവി എന്നാണ് ഇതിൻ്റെ മുഴുവൻ ഏകദേശം ഞാൻ പറയണം. അപ്പോൾ ഇനി നമുക്ക് 40 അത്രയും ശ്ലോകങ്ങൾ ഒന്നിച്ചായിരുന്നു കേട്ടോ. ഇനി 46. തതോഹം വാനരാകാര സൂക്ഷ്മരൂപേണ ജാനകിം പ്രണമ്യ പ്രാഞ്ജലിർഭൂത്വാ ദൂരാദേവ സ്ഥിത പ്രഭോ പുഷ്ടോഹം സീതയാ കസ്ത്വ ഇത്യാദി ബഹുവിസ്തരം. തതഹ വാനരാകാര അഹം. അനന്തരം വാനര രൂപത്തിലാണല്ലോ, ഞാൻ വാനരനാണല്ലോ. സൂക്ഷ്മരൂപേണ ജാനകിയും പ്രണമ്യ, ചെറിയ കുരഞ്ഞനായിട്ട് ജാനകിയുടെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചിട്ട് പ്രാഞ്ജലി ഭൂത്വ, 2 കൈ കൊണ്ടും പിന്നെ അഞ്ജലി ബന്ധിച്ചിട്ട്, അതായത് തൊഴുതുകൊണ്ട്, പ്രഭോ ദൂരാദേവാ സ്ഥിത, ഞാൻ കുറച്ച് അകലെ നിന്നിട്ട് പേടിക്കണ്ട വച്ചിട്ടേ ദൂരത്ത് തന്നെ നിന്നിട്ട് ത്വം കഹ ഇത്യാദി ബഹുവിസ്തരം സീതയാ പൃഷ്ട, അതായത് ആരാകുന്നു എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ വിസ്തരിച്ച് സീതയാൽ ചോദിക്കപ്പെട്ടു, ഞാൻ ആരാണെന്ന് വിസ്തരിച്ച് പറയൂ എന്ന് എന്നോട് പറഞ്ഞു എന്ന്. എന്താണ് ഞാൻ അപ്പോൾ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണേന്ന് സീത പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം രൂപത്തിലെ വാനരാകൃതിയിൽ തന്നെ ചെറിയൊരു വാനരനായിട്ട് ജാനകി ദേവിയെ നമസ്കരിച്ച് കൈകൂപ്പി നിന്നുകൊണ്ട്, കുറച്ച് അകലത്ത് നിന്നുകൊണ്ട് ഞാൻ ആരാണ് എന്നുള്ള വർത്തമാനമൊക്കെ ഞാൻ വിസ്തരിച്ച് ദേവി എന്നോട് ചോദിച്ചു, ഞാൻ ആരാണെന്ന് വിസ്തരിച്ച് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താണ്, മയാ സർവം ക്രമേണൈവ വിജ്ഞാപിതമരിന്ദമ പശ്ചാന്മയാർപ്പിതം ദേവി ഭവത്തത്താങ്കുലീയകം. അരിന്ദമാഹേ, ശത്രു സംഹാരത്തിൽ അതിസമർത്ഥനായിട്ടുള്ള ശ്രീരാമചന്ദ്ര ഭഗവാനെ അരിന്ദമൻ എന്ന് പറഞ്ഞാൽ അതാണ്, അരികളെ നിഷ്പ്രയാസം തോൽപ്പിക്കുന്ന ആളാണ് അരിന്ദമനെ. അപ്പോൾ അരിന്ദമാന്ന് സംബോധന ചെയ്യാണ് ഹനുമാൻ ശ്രീരാമനെ. മയാ സർവം ക്രമേണ ഏവ വിജ്ഞാപിതം, ഞാനെല്ലാം പതുക്കെ പറഞ്ഞു. പശ്ചാത് അതിനുശേഷം ഭവദത്താങ്കുലീയകം, അങ്ങ് എന്നെ ഏൽപ്പിച്ച ആ മോതിരം മയാ ദേവ്യൈ അർപ്പിത, ഞാൻ ദേവിക്ക് സമർപ്പിച്ചു. ഹേ ശത്രുദമന, ഒരു ശ്രീരാമചന്ദ്ര ഭഗവാനെ ഞാൻ സർവസംഗതികളും ക്രമത്തിൽ ദേവിയോട് പറഞ്ഞു. അതിനുശേഷം അങ്ങ് എൻ്റെ കയ്യിൽ തന്നിരുന്ന ആ മോതിരം ഞാൻ ദേവിയുടെ കയ്യിൽ സമർപ്പിച്ചു. ഇനി
5 ശ്ലോകമായിട്ടുണ്ട് കേട്ടോ ഒന്നിച്ച. തേന മാമതി വിശ്വസ്താ വചനം ചേദമബ്രവീതി യഥാ ദൃഷ്ടാസ്മി ഹനുമൻ പീഡ്യമാനാദിവാനിശം രാക്ഷസീനാം തർജനൈസ്സൽ സർവം കഥയ രാഘവേ മയോക്തം ദേവി രാമോപി ത്വച്ചിന്താ പരിനിഷ്ഠിതഃ പരിശോചത്യഹ അഹോരാത്രം തദ്വാർത്തം നാധിഗമ്യ സഹ ഇതാനീമേവ ഗത്വാഹം സ്ഥിതിം രാമായ തേ ബ്രുവേ. എന്താ രാമനോട് പറയേണ്ടെന്നേ? രാമശ്രവണമാത്രേണ സുഗ്രീവേന സലക്ഷ്മണ വാനരാനീപകൈ സാർദ്ധം ആഗമിഷ്യതി തേന്തികം രാവണം സകുലം ഹത്വാ നേഷ്യതി ത്വാം സ്വകം പുരം അഭിജ്ഞാം ദേഹി മേ ദേവി യഥാ മാം വിശ്വസേ ദ്വിധു. പിന്നെ എന്താണ്ടായതാന്ന് പറയണം. തേന അതിവിശ്വസ്ത, അത് നിമിത്തം അങ്ങനെ അങ്കുലിയും കൂടിയും കൊടുത്തപ്പോൾ നല്ല വിശ്വാസമായി, നല്ല വിശ്വാസത്തോടു കൂടിയവളായിട്ട് അതിവിശ്വസ്ത. മാം ഇതം വചനം അബ്രവീതിച്ച, എന്നോട് ഇപ്രകാരം ദേവി പറഞ്ഞു. ഹനുമൻ, അല്ലയോ ഹനുമാനെ, രാക്ഷസീനാം തർജനേഹി, രാക്ഷസികളാൽ പീഡിപ്പിക്കപ്പെട്ടവളായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഞാൻ യഥാ ദൃഷ്ട അസ്മി, ഏത് വിധം കാണപ്പെട്ടുവോ, എന്നെ ഇപ്പം നീ കണ്ടുല്ലോ, ഇവിടെ വന്ന് കണ്ടില്ലേ ഞാൻ എങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, ഇവിടെ ഞാൻ എങ്ങനെ ജീവിക്കണു നീ കണ്ടുല്ലോ. തത് സർവം രാഘവേ കഥയാ, ഇപ്പം നീ ഇവിടെ കണ്ട എൻ്റെ അവസ്ഥ മുഴുവൻ രാമനോട് പറഞ്ഞാലും മയാ ഉക്തം, എന്നാൽ പറയപ്പെട്ടു. എന്നിട്ട് പിന്നെ ദേവി ഒന്നും കൂടിയും പറയൂ എന്ന് പറയാണ്, എന്നോട് പറഞ്ഞു എന്ന്. മയാ ഉക്ത വെച്ചാൽ എന്നോട്, എന്നാൽ പറയപ്പെട്ടു, അല്ല മയാ ഉക്ത വെച്ചാൽ ഞാൻ പറഞ്ഞു എന്നാണ് കേട്ടോ. ദേവി ഇങ്ങനെ ദേവി എന്നോട് പറഞ്ഞപ്പോൾ ഇവിടെ എൻ്റെ അവസ്ഥ രാമനോട് പോയി അറിയിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേവിയോട് പറഞ്ഞു, ദേവി ത്വചിന്താപരിനിഷ്ഠിതം രാമ അഭി. ഹേ ദേവി, ദേവിയുടെ ചിന്തയിൽ തന്നെയാണ് രാമനും അവിടെ കഴിയണത്. ദേവിയെ മാത്രം ചിന്തിച്ചുകൊണ്ടാണ് രാമനും അവിടെ കഴിയണത് കേട്ടോ. രാമനും അതുപോലെ, ഇപ്പം ദേവി രാമനെ ചിന്തിച്ച് കഴിയുന്ന പോലെ തന്നെ രാമൻ ദേവിയെ ചിന്തിച്ച് കഴിയാണ് അവിടെ. ത്വദ്വാർത്താം ന അധിഗമ്യ, അങ്ങയുടെ വൃത്താന്തം അറിയാഞ്ഞിട്ട് അഹോരാത്രം പരിശോചതി, രാവും പകലും ശ്രീരാമൻ ദുഃഖിക്കുന്നു. ഇതാനീം ഏവ അഹം ഗത്വ, ഇപ്പം തന്നെ ഞാൻ പോയിട്ട് തേ സ്ഥിതിം രാമായ ബ്രുവേ, രാമനോട് ദേവിയുടെ സ്ഥിതി മുഴുവൻ ഞാൻ അറിയിക്കാം. ശ്രവണമാത്രേണ, അത് കേട്ട ഉടനെ സലക്ഷ്മണ രാമ, ലക്ഷ്മണനോട് കൂടിയ രാമൻ സുഗ്രീവേണ വാനരാനീകപൈഹി സാർത്ഥം, സുഗ്രീവനോടും ബാക്കി വാനര സംഘത്തോടും കൂടി തേ അന്തികം ആഗമിഷ്യതി, അങ്ങയുടെ അടുത്തേക്ക് വരും, മീൻസ് ദേവിയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് രാവണം സകുലം ഹത്വ, രാവണനെ കുലത്തോടുകൂടി നിഗ്രഹിച്ചിട്ട് ത്വാം സ്വപുരം നേഷ്യതി, ദേവിയെ സ്വന്തം രാജധാനിയിലേക്ക് കൊണ്ടുപോകും. വിഭുഹു തഥാ മാം വിശ്വാസത്, ഈ ഈശ്വരൻ ഏത് പ്രകാരമായാൽ എന്നെ വിശ്വസിക്കുമോ. ദേവി അഭിജ്ഞാമേ ദേഹി, ഹേ ദേവി എനിക്കൊരടയാളം തരൂ. അതായത് രാമന് വിശ്വാസം, ഞാൻ ദേവിയെ കണ്ടു എന്ന് പറയുമ്പോൾ രാമന് വിശ്വാസം വരാനായിട്ട് രാമൻ ഇങ്ങട് അങ്കുലീകം തന്നൂലോ, മോതിരം, അതുപോലെ എനിക്ക് രാമന് കൊടുക്കാനായിട്ട് സീതയെ കണ്ടു എന്നുള്ള വിശ്വാസം 100% പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരൂ, രാമൻ നൽകാൻ വേണ്ടിയിട്ട് ദേവി എന്തെങ്കിലും ഒരു അടയാളം തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാറ്റിലും കൂടി എന്താ പറയണ വെച്ചാൽ, ഞാൻ അങ്കുലിയം കൊടുത്തു എന്ന് പറഞ്ഞുവല്ലോ നമ്മൾ കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ മോതിരം കെടുത്തപ്പോൾ ദേവി വളരെ, ദേവിക്ക് ആശ്വാസമായി. സത്യമാണ്, ശരിക്കും ശ്രീരാമൻ്റെ ദൂതന മനസ്സിലായിട്ട് ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഹേ ഹനുമാനെ, ഈ രാക്ഷസികൾ എന്നെ രാവും പകലും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണത് ഇപ്പം നീ കണ്ടില്ലേ, ഇപ്പം എവിടെ നീ എന്താണ് എൻ്റെ ഈ അവസ്ഥ, അത് മുഴുവൻ രാമനെ അറിയിക്കൂ. അപ്പോൾ ഞാൻ സീതാദേവിയോട് പറഞ്ഞു, ദേവി നിന്തിരുവടിയെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് രാമനും ഒരുപോലെ ദുഃഖിക്കുന്നുണ്ട്, ദേവിയെപ്പോലെ തന്നെ. ഇപ്പം തന്നെ ഞാൻ അവിടെ പോയിട്ട് ദേവിയുടെ വർത്തമാനമൊക്കെ രാമനെ അറിയിക്കാം. അത് കേട്ട നിമിഷം തന്നെ രാമൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും വാനരന്മാരോടും കൂടി ഇവിടെ വരും. എന്നിട്ട് രാവണനെ കുലത്തോടുകൂടി സംഹരിച്ചിട്ട് ദേവിയെ സ്വന്തം രാജധാനിയിലേക്ക് കൊണ്ടുപോകും. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ദേവി ഈ രാമചന്ദ്രസ്വാമിക്ക് വിശ്വാസം ജനിക്കാനായിട്ട് തക്കതായിട്ട് ഒരടയാളം കൂടി എനിക്ക് പറഞ്ഞു തരൂ. അതവിടെ പോയി പറയണം എനിക്ക്, എന്നാലേ 100% വിശ്വാസം ഉണ്ടാവുള്ളൂ എന്ന് പറയണം. അപ്പം ഇനി അത് ആ ശ്ലോകങ്ങൾ ഒന്നും കൂടിയും വായിക്കാം.
തേന മാമതിവിശ്വസ്താവചനം ചേദമബ്രവീത് യഥാ ദൃഷ്ടാസ്മി ഹനുമൻ പീഡ്യമാനാദിവാനിശം രാക്ഷസീനം തർജനൈസ്തൽ സർവം കഥയ രാഘവേ മയോക്തം ദേവി രാമോബി ത്വച്ചിന്താ പരിനിഷ്ഠിത. അങ്ങനെപ്പോലെ തന്നെ ദുഃഖിതനാണെന്ന് പറയണം രാമനെ. പരിശോചത്യഹോരാത്രം, രാവും പകലും ദുഃഖിക്കണ്ട. തദ്വാർത്താം നാധിഗമ്യ സാ, ഒന്നും അറിയണില്ല എവിടെയാണ്. ഇതാനീമേവ ഗത്വാഹം സ്ഥിതിം രാമായ തേ ബ്രുവേ, ഞാൻ പോയി പറയാം. രാമശ്രവണമാത്രേണ, കേട്ട ഉടനെ സുഗ്രീവേന സലക്ഷ്മണ വാനരാനീകപൈ സാർദ്ധം ആഗമിഷ്യതി തേന്തികം. കേട്ട ഉടനെ അടുത്തേക്ക് വരും. രാവണം സകുലം ഹത്വ, കുലത്തോടുകൂടി കൊന്നിട്ട് സംഹരിച്ചിട്ട് നേഷ്യതി ത്വാം സ്വകം പുരം, സ്വന്തം പുരത്തിലേക്ക് കൊണ്ടുപോകും. അഭിജ്ഞാം ദേഹി മേ ദേവി യഥാ മാം വിശ്വസേദ് വിഭു, വിഭുവിന് വിശ്വാസാവാൻ ഒരടയാളം തരൂ. ഇനി നമുക്ക് 1, 2, 3, 4 ശ്ലോകം ഒന്നിച്ച്, അതുകൊണ്ട് അത് നാളെ മതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ഒരുപാട് സമയമാവും. അപ്പോൾ എന്താണ്, അടയാളം തരൂ എന്ന് ഞാൻ പറഞ്ഞു എന്ന് അത് പറഞ്ഞിട്ട് പിന്നെയാണ് ഈ ചൂടാരത്നം രാമന് കൊടുക്കുക. അതായത് ദേവി അങ്ങനെ ഞാൻ അടയാളം തരൂ എന്ന് പറഞ്ഞപ്പോൾ തന്നതാണ് ഈ അടയാളം. അപ്പം പിന്നെ ശ്രീരാമന് പൂർണ്ണ വിശ്വാസമാവുമല്ലോ. അവിടെ അത് നമുക്ക് നാളെ ചെയ്യാം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമാൻ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.